എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നല്ല പോലെ ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അതൊരു മുടിയെക്കുറിച്ചാണ് പറയുന്നത്. മുടി പൊഴിച്ചിൽ, മുടി നരയ്ക്കുന്നത്, പെട്ടെന്നുണ്ടാവുന്ന താരന്, അങ്ങനെ തുടങ്ങിയ മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എപ്പോഴും പറയുന്ന പോലെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ആ കാരണങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. പിന്നെ നമ്മളിങ്ങനത്തുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു റിസൾട്ട് കിട്ടും. ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അന്നേരം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല, ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ്. ഇന്ന് നമ്മൾ നമ്മുടെ അടുക്കളയിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നല്ലൊരു ഡൈ, ഓയിൽ പോലൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. നല്ലൊരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ജെല്ല് പോലുള്ളൊരു സംഭവം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സവാളയുടെ തോല്, പിന്നെ മുരിങ്ങയില. എടുക്കുന്ന ഓരോ ചേരുവകൾ എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നുള്ളതെന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മിക്ക ആൾക്കാർക്കും അറിയാം. ഒരുപാട് നെഗറ്റീവ് പറയുന്ന പ്രിയ സുഹൃത്തുക്കളോടൊന്നേ ഉള്ളൂ പറയാൻ, ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിളിലോട്ടൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നാച്ചുറൽ പാക്കിലേക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ഡൈയിലേക്ക് നമ്മൾ എടുക്കുന്നതിനുള്ള റീസൺ എന്നുള്ളത്. പിന്നെ കറിവേപ്പില. ഇത്രയേറെ ഗുണങ്ങളാണ്, നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇതൊക്കെ നമ്മൾ തലമുടിയിലും ഒക്കെ ഉപയോഗിക്കുമ്പോഴും. അരം താരൻ്റെയും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതിനുള്ളതിനെ ഒന്ന് കുറയ്ക്കാനൊക്കെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. എടുക്കുന്ന ചേരുവകൾ എപ്പോഴും പറയുന്ന പോലെ ഒന്നിനൊന്നിന് മികവുറ്റതാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ചില വീഡിയോയിലെങ്കിലും ഞാൻ പറയാറുണ്ട്, എൻ്റെ അനുഭവം PCOD ഉള്ള ഒരാളാണ്, 3-4 വർഷമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരാളുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്നുണ്ട്. അത്യാവശ്യം മുടിയുള്ള ഒരാളായിരുന്നു. ഇപ്പം ആ ഒരു മുടിക്ക് നീളം മാത്രമേ ഉള്ളൂ, നല്ലപോലെ മുടി പൊഴിയുക, അങ്ങങ്ങാട്ട് മുടി നരയ്ക്കുന്ന അവസ്ഥ. ഞാൻ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരം ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിലവിലുള്ള മുടി ഇപ്പോഴും അതേ രീതിയിലൊന്ന് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പനിക്കുറുക്കയും ഞവരയിലും നമ്മൾ ചേർക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് തലനീരും അല്ലെങ്കിൽ തണുപ്പൊക്കെ ഒട്ടും പറ്റാത്തൊരു സമയത്തുള്ള ഉപകാരപ്രദമാണ്. അതുമാത്രമല്ല മുടിയേക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയിലുള്ളത്. ഇവയെല്ലാം നല്ല പോലെ വറന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പം തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. മിക്സിയുടെ കുഞ്ഞു ജാറിൽ നമ്മൾ പൊടിച്ചിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു പൗഡർ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ കൊടുത്തു വിടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കേടാവുകയൊന്നുമില്ല. ഇതുപോലെ കുറേയേറെ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ അതിലേക്ക് കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. കരിഞ്ജീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേറെ ഗുണകരമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പുമാണ്. 3-4 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂൺ അളവിൽ തേയില വെള്ളം. അതിനെ നല്ല കുറുകി നല്ല തിക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത്രയ്ക്ക് കട്ടിക്കെടുക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തെ 1/2 ഗ്ലാസ്സിൽ താഴെ ആക്കുന്നവരെ നമ്മൾ വറ്റിച്ചെടുക്കണം. അതുമാത്രം നമ്മുടെ തലമുടി തേച്ചാലും ഗുണകരമാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട്. പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്കപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. നെല്ലിക്ക എത്രത്തോളം ഗുണകരമാണ് മുടി കറുപ്പിക്കാനും മുടി വളരുന്നതിനുമൊക്കെ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിനൊന്ന് ചെറുതായിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയാണ്. ഒരു 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൗഡർ നമ്മൾ സ്പെഷ്യലായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ, അതൊരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുടി എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു തേയില വെള്ളം ഉണ്ടല്ലോ, തേയില വെള്ളം, കരിഞ്ജീരകം, ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം തിക്കായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കണം, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ചെറിയ തീയിലൊന്ന് അതൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കളറ് മാറുന്നത്. ഇതൊന്ന് നല്ലപോലെ വറ്റിച്ച് വെച്ചിട്ട് ഇതിനെ നമുക്ക് ഒരു രാത്രി വരെയും ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുന്നത് നല്ലതാണ്. അത്രയും വെക്കാൻ സമയമില്ല എങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ ആ ഒരു കളറ് മാറുന്നത്. ഇരുമ്പ് എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒന്നിൻ്റെയും ഗുണങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം ഒരുപാട് വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഇത് നമ്മൾ ഇതിനെ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം കാണിക്കാം. പിറ്റേ ദിവസം രാവിലെ വരെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കും. അതിൽ നിന്ന് ലേശം മാത്രം ഞാൻ ആ ഒരു പൗഡർ എടുക്കുകയാണ്. നമ്മൾ എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിൽ നിന്ന് കുറച്ച് മാത്രം പൗഡർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതായാലും ഇപ്പം ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് തലമുടിയിൽ തേക്കുന്ന ഒരു കാച്ചിയ എണ്ണയാണ്. ഒരുപാട് പിന്നെ മുരിങ്ങയിലയും അതുപോലെ കറ്റാർവാഴയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു എണ്ണയാണ് കേട്ടോ.
സവാളയൊക്കെ ചേർത്തിട്ടുള്ള. അന്നേരം ആ ഒരു എണ്ണ ഒഴിച്ചിട്ട് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലൊക്കെ നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് കഴുകിക്കളയാം. നല്ല ഗുണകരമാണ്. നമ്മൾ ഡൈ ചെയ്യുമ്പം ആ നിലവിലുള്ള മുടിയെ തൽക്കാലത്തിനൊന്ന് കറുപ്പിക്കത്തേ ഉള്ളൂ. പക്ഷേ കിളിർത്ത് വരുന്ന മുടി എന്ന് പറയുന്നത് ആ നാച്ചുറൽ അല്ലാത്ത ഡൈകൾ ഉപയോഗിക്കുമ്പം ഇരട്ടി വെളുത്താണ് വരുന്നത്. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം വേരോടുകൂടി തന്നെ മുടി കറുത്ത് വരും. അന്നേരം നമ്മൾ ആ ഒരു എണ്ണ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ 1 മണിക്കൂറിന് ശേഷമാണ്, വെറും 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ആ ഒരു ഡൈ കാണിക്കുന്നത് കേട്ടോ. അന്നേരം തന്നെ അതിന് ഇത്രത്തോളം കറുപ്പായി. അതിന് ഇരുമ്പ് ചിരട്ടയിൽ പിറ്റേ ദിവസം രാവിലെ വരെ ഇരിക്കുമ്പം കുറച്ചും കൂടെ ഇരട്ടിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത്രയും നല്ലത്. തലയോട്ടിലും ആ തലമുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ നമ്മൾ കഴുകിക്കളയുക. അല്ലെങ്കിൽ താളി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം തേച്ചാലും നല്ല ഗുണകരമാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലൊരു താളി അല്ലെങ്കിൽ ഒരു പാക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ എടുത്തിട്ടുണ്ട്. തളിയുടെ ഇല നോക്കിയെടുക്കണേ. എന്നിട്ട് ഇത് മാത്രമായിട്ട് ചെയ്യാൻ എൻ്റെ പൂവും മൊട്ടും എല്ലാം ഉണ്ട്. അന്നേരം ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. വീഡിയോയുടെ തുടക്കമോ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രം കണ്ടിട്ട് നമ്മൾ നെഗറ്റീവ് പറയുന്ന സുഹൃത്തുക്കളോട് നമ്മളെപ്പോഴും അത് പറയാറുണ്ട്. നമ്മൾ മുടി നരയ്ക്കുന്നതിനും എന്തിനു പറയണത് താരനൊക്കെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ ആഹാരക്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നമുള്ളവർ. അതിനോടൊപ്പം തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ 3 കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് 100% റിസൾട്ട് എന്ന് നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമ്മൾ ആ ഒരു പാക്കിലേക്ക് നമ്മൾ കറ്റാർവാഴ, സവാള, അതുപോലെ തന്നെ മുരിങ്ങയില, ഈ ഒരു ചെമ്പരത്തി പൂവ്, ഇല, മുട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പനിക്കുറുക്ക, ഞവര ഇല ഒന്നാണ്. അതുപോലെ തന്നെ തുളസി ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ അരച്ചെടുത്തിട്ടാണ് നമ്മളൊരു നല്ലൊരു പാക്ക് അല്ലെങ്കിൽ താളി തയ്യാറാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 2 or 3 തവണ ഈ ഒരു താളിയൊക്കെ ഉപയോഗിക്കുമ്പം തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരണമെങ്കിൽ വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ് ഈ പറയുന്ന 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് മാത്രമായിട്ട് ഇതൊക്കെ ചെയ്യാൻ മെനക്കേടായിട്ട് തോന്നുകയാണെങ്കിൽ തൈര് മാത്രം കുളിക്കുന്നതിന് 1 മണിക്കൂർ 1 മണിക്കൂറോ മുന്നേ നമ്മുടെ തലമുടിയിലൊന്ന് തേച്ചിട്ടൊന്ന് കഴുകിയാൽ തന്നെ നല്ലതായിട്ട് മുടി നല്ല തിളക്കത്തോടു കൂടി കിടക്കും. മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും മുടിയിലുണ്ടാകുന്ന താരനൊക്കെ നല്ല റിസൾട്ടാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ നരയ്ക്ക് മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്ക്, താരന്, അങ്ങനെ തുടങ്ങി മുടിയുടെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടുന്നവയാണ് ഇവയെല്ലാം തന്നെ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മൾ ഈ ഒരു താളിയൊക്കെ കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ 1/2 മണിക്കൂർ മുന്നേ തലയൂട്ടിയിലും തലമുടിയിലും മൊത്തം നല്ല പോലെ മസാജ് ചെയ്തിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. എൻ്റെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് നരച്ച ഒരാളല്ല. എന്താണ്ട് 4-5 വർഷം കൊണ്ട് PCODയുടെ പ്രശ്നം അനുഭവിക്കുന്ന ഒരാളാണ്. ഒരു അങ്ങങ്ങാട്ട് മാത്രമേ മുടി നരച്ചിട്ടുള്ളൂ. പക്ഷേ ആ നരയ്ക്ക് ഒരു കുറവ് എനിക്ക് അനുഭവപ്പെട്ടത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്. ആഹാര രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത് 100% റിസൾട്ട് എനിക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല മുടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു മുടി പൊഴിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് PCOD ഉള്ളവർക്കറിയാം. ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്കുണ്ടാവുന്ന ആ ഒരു മുടി പൊഴിച്ചിൽ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഈ മുടി നരയ്ക്കുന്നൊരവസ്ഥയെ തന്നെ ഒരുപാട് പ്രായം കവിഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് മിക്ക ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എപ്പോഴും എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.